എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സെക്കൻഡ് സെമസ്റ്ററിലെ മാനുഫാക്ചറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലെ തേർഡ് മൊഡ്യൂൾ നമുക്ക് വരുന്ന ടോപ്പിക്സ് വെൽഡിംഗ് ആണ്. വെൽഡിങ്ങിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഒരു 5 ടോപ്പിക്സ് പറയുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു 4ഓളം ടോപ്പിക്സ് വരുന്ന നമ്മുടെ വെൽഡിങ്ങിൽ വരുന്ന ടോപ്പിക്സാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്ക് മാത്രമേ വെൽഡിങ്ങിൻ്റെ അടുത്തൊരു ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സായിട്ടുള്ള മറ്റ് 2 ടൈപ്പുകളാണ് സോൾഡറിങ്ങും ബ്രേസിങ്ങും. അപ്പോൾ സോൾഡറിങ്ങും ബ്രേസിങ്ങും നമുക്ക് ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള 4 പോർഷൻസും കൂടുതൽ ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ടായിരിക്കാം, വെൽഡിങ്ങിലെ ഭാഗങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ സിലബസിൻ്റെ ഒരു പൂർണ്ണ രൂപം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിൽ മാനുഫാക്ചറിങ് ടെക്നോളജി പഠിക്കുന്ന സമയത്ത് പഠിക്കുവാനുണ്ടായിരിക്കുക, ആ കാര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ താഴെ കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ ഓരോ പോയിൻറ്റ്സും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലൊരു സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വിശകലനം ചെയ്ത് നോക്കുക. അതിൽ ചിലപ്പം നമ്മുടെ 7 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്കറിയാം, അതിൽ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അഥവാ ഒരു ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിന് ചോയ്സായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മറ്റൊരു ടോപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. സാധാരണ ഒരേ പാറ്റേൺ പോലെ ആയിരിക്കും മിക്കവാറും കേസിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പഠിക്കാൻ സമയമില്ലാത്തവർ വേണമെങ്കിൽ അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഒരു പരിധിവരെ നന്നായിരിക്കുക. എന്നാൽ ഇഷ്ടംപോലെ സമയം എക്സാമിന് ടൈം ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ടോപ്പിക്സും നോക്കി വെച്ചാൽ നല്ലൊരു സ്കോർ നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മിക്കവാറും കേസിലൊക്കെ എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നോളജുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് കണ്ടുപോയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഒരു സർഫസ് ലെവൽ മാത്രം പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നന്നായിട്ട് അറിയുന്ന ആളോട് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന പോലെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ കേസിൽ സംഭവിച്ച പോലെ സംഭവിക്കും. അതായത് അത്യാവശ്യം ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ക്ലാസ്സിനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഇല്ലാത്ത ഒരവസ്ഥ വരും. സോ വളരെ ടോപ്പിക്കിനെ കുറിച്ച് വളരെ താഴെ അല്ലെങ്കിൽ വളരെ തീരെ ഐഡിയ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക. അത്യാവശ്യം നോളജുള്ള ആളുകൾ വേണമെങ്കിൽ ആ ഭാഗങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് കണ്ടുപോകാം. നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അങ്ങനെ കണ്ടുപോകാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ അറിയുന്നൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 2021 റിവിഷൻ പ്രകാരം 3 എക്സാമുകളായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക. നമുക്കറിയാവുന്ന പോലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. താഴെ കാണുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ഏകദേശം എത്രത്തോളം മാർക്കിനാണ് ഈ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കിയാൽ 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് 3 മാർക്ക് കിട്ടും. 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് 9 മാർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 7 മാർക്കിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻസ് 2 സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 7 7 14 മാർക്ക്. 14 9 23 23 3 26. ഏകദേശം
മാക്സിമം മാർക്ക് 26 മാർക്കോളം നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്കോർ നമുക്ക് മൊഡ്യൂൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 26 മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും 75 മാർക്കിലാണ് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അതിൽ 30 മാർക്ക് മതി ജസ്റ്റ് പാസ്സാവാനായിട്ട്. ആ 30 മാർക്കിൽ 26 മാർക്കും നമുക്ക് ഇതേപോലെ ഒരു മൊഡ്യൂൾ ചോദിച്ചാൽ നമുക്ക് എന്താ വളരെ ബെനിഫിറ്റാണ്. കാരണം നമ്മൾ ആ മൊഡ്യൂൾ അത്രയും തറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്കോർ 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കൊരു 22-23 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കി ഇതിൽ ബാലൻസ് വരുന്ന ഒരു 8 മാർക്ക് മാത്രമാണ് ജസ്റ്റ് പാസ്സാവുന്ന കേസാണ് പറയുന്നത്. അതിൻ്റേതായ രീതിയിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ച് നമുക്ക് നല്ല സ്കോർ ചെയ്ത് നമുക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇതെല്ലാം നമ്മളിനി പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കുമ്പോൾ ഒന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആൻസർ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കില്ല നമ്മൾ ആദ്യമായിട്ട് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ. അഥവാ നിങ്ങൾ ഓൾറെഡി ക്ലാസ് ടൈമിൽ തന്നെ, ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈസി ആയിരിക്കും. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ടോപ്പിക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് നമ്മൾ പറഞ്ഞു, തേർഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് വെൽഡിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ട് പരിചയമുള്ള കാര്യമായിരിക്കും വെൽഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിക്കവാറും കേസിലൊക്കെ എല്ലാവരും ദിവസം ഒരു തവണയെങ്കിലും ഒരാൾ വെൽഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസൊക്കെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു ഇൻഡസ്ട്രീസൊക്കെ സാധാരണ ഉണ്ടാകാറുള്ളതാണ്. മിക്കവാറും കേസിൽ നമ്മൾ രാവിലെ ബസ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരാളെങ്കിലും വെൽഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്. വെൽഡിംഗ് ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ, നമ്മൾ ഗേറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മെറ്റീരിയൽ, നമ്മളിപ്പോൾ ഒരു GI പൈപ്പോ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ പൈപ്പ്സൊക്കെ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ റോഡുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവ തമ്മിൽ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മൾ ആ ഡിസൈനിലേക്ക് ചെയ്യാനായിട്ട് അതിനെ പല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കും. അവസാനം എല്ലാം കൂടി നമ്മൾ യോജിപ്പിച്ച് ഒരു ഗേറ്റാക്കി മാറ്റി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ മെറ്റൽ പാർട്സും തമ്മിൽ യോജിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൽഡിംഗ് എന്ന് പറഞ്ഞാലൊരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. അപ്പോൾ ആ മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഹീറ്റ് എനർജിയാണ് പ്രധാനമായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ രണ്ട് മെറ്റൽസ്, ഇതിപ്പോൾ ഒരു മെറ്റലും ഇത് മറ്റൊരു മെറ്റലുമാണ്, അല്ലെങ്കിൽ സെയിം മെറ്റൽ തന്നെയാണ് വിചാരിക്കുക. നമുക്ക് ഇവരെ തമ്മിൽ ഒരുമിച്ച് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ തമ്മിൽ ഒരുമിച്ച് വെക്കും. ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ആ സെയിം മെറ്റീരിയൽ നമ്മൾ ഉരുക്കി ഒഴിക്കുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ് നമ്മൾ കോമൺ ആയിട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വെൽഡിംഗ് ചോദിച്ചാൽ എന്താണെന്ന് പറയാൻ പറ്റണം, അത് ഈസിയായിട്ട് പറയാൻ പറ്റും, ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. അപ്പോൾ ചിലപ്പോൾ ചില കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം എന്താണ് വെൽഡിംഗ്, അല്ലെങ്കിൽ എങ്ങനത്തെ പ്രോസസ്സാണ് വെൽഡിംഗ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹീറ്റാണ്, ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗ്യാപ്പിലേക്ക് മെറ്റൽ നമ്മൾ ഫില്ല് ചെയ്യണം. മെറ്റൽ ഫില്ല് ചെയ്യുന്നത് പറയുമ്പോൾ മെറ്റൽ നമ്മൾ ചൂടാക്കി കൊണ്ട് എന്ത് ചെയ്യണം, ഒരു ഉരുക്കി ഒഴിക്കുന്നൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ രണ്ട് മെറ്റൽ പീസിനെ നമ്മൾ ചൂടാക്കി കൊണ്ട് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ സെയിം കോമ്പോസിഷനിലുള്ള സെയിം മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്കൊരു 3 പോയിൻറ്റ്സ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. വെൽഡിംഗ് ഈസ് എ ഫാബ്രിക്കേഷൻ പ്രോസസ് ദാറ്റ് ജോയിൻസ് മെറ്റീരിയൽസ് നോർമലി മെറ്റൽസ്. നമ്മൾ പറഞ്ഞു വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഫാബ്രിക്, നമ്മൾ പല ഡിസൈനുകളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെൽഡിംഗ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സാധാരണ കോമൺ ആയിട്ട് മെറ്റൽസിനെ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് വെൽഡിംഗ് എന്നുള്ള ജോയിനിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. ദിസ് ഈസ് ഓഫൺ ഡൺ ബൈ മെൽറ്റിംഗ് ദ വർക്ക് പീസസ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് പീസ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു രണ്ട് വർക്ക് പീസ് ഇങ്ങനെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ഗ്യാപ്പിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
നമ്മൾ ആ ഒരു മോൾട്ടൻ മെറ്റൽ നമ്മൾ ഉരുക്കി ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മെറ്റലിൻ്റെയും അല്ലെങ്കിൽ ആ മെറ്റൽ പീസിൻ്റെയും ഇവിടെ നമ്മൾ ചൂടാക്കിയും കൊണ്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി ഒഴിക്കുമ്പോൾ അത് തമ്മിൽ ഒരുമിച്ച് ഒരൊറ്റ കോമ്പൗണ്ടായിട്ട് അല്ലെങ്കിൽ ഒറ്റ മെറ്റീരിയലായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒറ്റൊരു സ്ട്രക്ചറായിട്ട് മാറുന്നൊരു കേസാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് ദ വർക്ക് പീസസ് ആൻഡ് ആഡിങ് എ ഫില്ലർ മെറ്റീരിയൽ. ഓക്കെ, അവിടെ പറയുന്നുണ്ട് ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്താണ് ഫില്ലർ മെറ്റീരിയൽ? നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലാണ് ഫില്ലർ മെറ്റീരിയൽ. മിക്കവാറും കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് മെറ്റീരിയലാണോ നമ്മൾ വെൽഡ് ചെയ്യുന്നത് ആ സെയിം മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനിലുള്ള ഫില്ലർ മെറ്റീരിയൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു യൂണിഫോം അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് വെൽഡായിട്ട് മാറുകയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആഡിങ് എ ഫില്ലർ മെറ്റീരിയൽ ടു ഫോം പൂൾ ഓഫ് മോൾട്ടൻ മെറ്റീരിയൽ ദാറ്റ് കോൾസ് ടു ബിക്കം എ സ്ട്രോങ് ജോയിൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യും, അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ജോയിൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അടുത്ത പോയിൻ്റ് നോക്കാം. മൂന്നാമത്തെ പോയിൻ്റ്, വിത്ത് പ്രഷർ സംടൈംസ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ദ ഹീറ്റ് ഓർ ബൈ ഇറ്റ് സെൽഫ് ടു പ്രൊഡ്യൂസ് ദ വെൽഡ്. അപ്പോൾ നമ്മൾ ചിലപ്പം ഈ ഒരു ഹീറ്റിന് പുറമെ നമ്മൾ പ്രഷറും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ വേറെ തന്നെ ക്ലാസിഫിക്കേഷൻസ് വരും, നമുക്കത് വഴിയെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വെൽഡിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വെൽഡിംഗ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ടെക്നിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് ഇത്രയെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ വെൽഡിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇനി നമുക്ക് വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാണ്ട്. അപ്പോൾ അടുത്ത പോയിൻ്റ് നോക്കാം. മെനി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽഡിങ് ഇൻക്ലൂഡിങ് എ ഗ്യാസ് ഫ്ലെയിം, ഇലക്ട്രിക് ആർക്ക്, ലേസർ, ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ ലേസർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം, ഫ്രിക്ഷൻ, അൾട്രാസൗണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മെനി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി, അതായത് മെനി ഡിഫറെൻറ്റ് സോഴ്സസ്, പലതരത്തിലുള്ള എനർജി സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വെൽഡിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തിനാണ് വെൽഡിങ്ങിന് എനർജി യൂസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെറ്റൽ പീസിന് നമ്മൾ ഹീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി കൊടുക്കാനായിട്ട് നമ്മൾ പല സോഴ്സസ് ഓഫ് എനർജി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഗ്യാസ് ഫ്ലെയിം ഗ്യാസ് ഫ്ലെയിം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ആർക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ലേസർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അൾട്രാ സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാവണം. ഇത് വെച്ച് നമുക്ക് ചിലപ്പോൾ ഇനി എന്ത് വരും, നമ്മുടെ വെൽഡിങ്ങിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഈ എനർജി സോഴ്സ് വെച്ച് തന്നെ പല ക്ലാസിഫിക്കേഷൻസ് വെൽഡിങ്ങിന് വരുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് വെച്ചാൽ വൈൽ ഓഫൺ ആൻ ഇൻഡസ്ട്രിയൽ പ്രോസസ് വെൽഡിംഗ് മേ ബി പെർഫോംഡ് ഇൻ മെനി ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ഇൻ ഓപ്പൺ എയർ, അണ്ടർ വാട്ടർ ആൻഡ് ഓൺ ഔട്ടർ സ്പേസ്. നമ്മൾ വെൽഡിങ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിൽ വെച്ച് മാത്രമായിരിക്കില്ല, ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ എയറിൽ വെച്ച് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ വെള്ളത്തിനടിയിൽ വെച്ച് അണ്ടർ വാട്ടർ വെൽഡിങ് ചെയ്യുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു പക്ഷേ അണ്ടർ വാട്ടർ വെൽഡിങ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. നമ്മൾ ഔട്ടർ സ്പേസിൽ നമ്മൾ വെൽഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു വെൽഡിങ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു വെൽഡിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വെൽഡിങ് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമുക്കിനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി വെൽഡിങ്ങിൻ്റെ ഡെഫിനേഷനൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് വീണ്ടും ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ ഓൾറെഡി ഡെഫിനേഷൻ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കുറച്ചും കൂടി ടെക്നിക്കലി കുറച്ചും കൂടി അധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഇവിടെ നോക്കാം. വെൽഡിംഗ് ഈസ് എ ഫാബ്രിക്കേഷൻ പ്രോസസ് ബൈ വിച്ച് 2 or more parts are fused together by means of heat, pressure or both, forming a joint as the parts cool. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക്കേഷൻ പ്രോസസ്സാണ്. ബൈ വിച്ച് 2 or more parts, ഒന്നിലധികമോ അല്ലെങ്കിൽ 2 പാർട്സ് നമ്മൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്.
ഫ്യൂസ്ഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് ചേർക്കുക, രണ്ട് വ്യത്യസ്ത മെറ്റൽ പേഴ്സിനെ നമ്മൾ ഒരുമിച്ചാക്കുന്നതാണ് ഫ്യൂസ്ഡ് ടുഗദർ എന്ന് പറയുന്നത്. ബൈ മീൻസ് ഓഫ് ഹീറ്റ്, നമ്മൾ ഹീറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രഷർ ഉപയോഗിച്ചോ ഓർ ബോത്തോ, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റും പ്രഷറും ഉപയോഗിച്ചോ ആ ഒരു ജോയിൻ ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവസാനം നമ്മൾ എന്തെങ്കിലും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളതിനെ പാർട്സിനെ നമ്മൾ കൂൾ ചെയ്യും. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. വെൽഡിംഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഓൺ മെറ്റൽസ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്സ്. ദ കംപ്ലീറ്റഡ് വെൽഡ് ജോയിൻറ്റ് മേ ബി റെഫേർഡ് ടു എ വെൽഡ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു വെൽഡിങ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വെൽഡഡ് ജോയിൻറ്റിൻ്റെ മറ്റൊരു പേരാണ് വെൽഡ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, അതിൻ്റെ പേരാണ് വെൽഡ്മെൻറ്റ്. ഓക്കെ, ദ കംപ്ലീറ്റഡ് വെൽഡഡ് ജോയിൻറ്റ് മേ ബി റെഫേർഡ് ടു എ വെൽഡ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് വേണം ചോദിക്കുക ഒരു മാർക്കിനൊക്കെ, എന്താണ് വെൽഡ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയണം ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വെൽഡഡ് ജോയിൻ്റ് ആണ് വെൽഡ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ പാർട്സ് ദാറ്റ് ആർ ജോയിൻഡ് ആർ നോൺ ആസ് പാരൻറ്റ് മെറ്റീരിയൽ. ഇതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് പാരൻറ്റ് മെറ്റീരിയൽ? പാരൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ദ പാർട്സ് ദാറ്റ് ആർ ജോയിൻഡ് അല്ലെങ്കിൽ ടു ബി ജോയിൻഡ് ആർ നോൺ ആസ് പാരൻറ്റ് മെറ്റീരിയൽ. നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ആ പാർട്സിനാണ് നമ്മൾ പാരൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുക. എന്നാൽ ആ രണ്ട് പാർട്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു വിചാരിക്കുക, ശേഷം അതിൻ്റെ പേരെന്തായി മാറും? അത് വെൽഡ്മെൻ്റായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദ മെറ്റീരിയൽ ആഡഡ് വിച്ച് ഹെൽപ്സ് ടു ഫോം ദ ജോയിൻറ്റ് ഈസ് കോൾഡ് ഫില്ലർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ. അപ്പോൾ അതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഫില്ലർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ എന്ന് പറഞ്ഞാലും? അതായത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന മെറ്റൽ നമ്മൾ മെറ്റൽ പാർട്സിനെ നമ്മൾ പാരൻറ്റ് മെറ്റീരിയൽ എന്ന് പറയും. എന്നാൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഫില്ലർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ എന്നാണ് പറയാം. ഓക്കെ, ദ മെറ്റീരിയൽ ആഡഡ് വിച്ച് ഹെൽപ്സ് ടു ഫോം ദ ജോയിൻറ്റ് ഈസ് കോൾഡ് ഫില്ലർ ഓർ കൺസ്യൂമബിൾ. ഓക്കെ, ഫില്ലർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ എന്നാണ് പറയാം. ഓക്കെ, ബാക്കി നോക്കാം. കൺസ്യൂമബിൾ ആർ യൂഷ്വലി ചൂസൺ ടു ബി സിമിലർ ഇൻ കോമ്പോസിഷൻ ടു ദ പാരൻറ്റ് മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോമിങ് എ ഹോമോജീനിയസ് വെൽഡ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഒരു ഏതൊക്കെ മെറ്റൽസ് തമ്മിലാണോ അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് തമ്മിലാണോ നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ആ സെയിം മെറ്റീരിയലിനെയാണ് നമ്മൾ ഫില്ലർ മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമബിളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ആണ് ഇവിടെ പറഞ്ഞത്. കൺസ്യൂമബിൾ ആർ യൂഷ്വലി ചൂസൺ ടു ബി സിമിലർ ഇൻ കോമ്പോസിഷൻ ടു ദ പാരൻറ്റ് മെറ്റീരിയൽ ഫോമിങ് എ ഹോമോജീനിയസ് വെൽഡ്. അപ്പോൾ ആ ഒരു പാരൻറ്റ് മെറ്റീരിയലിൻ്റെ സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ സെയിം കോമ്പോസിഷനുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുക കൺസ്യൂമബിൾ അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ. അപ്പോൾ ഫോമിങ് എ ഹോമോജീനിയസ് വെൽഡ് എന്ന് പറയുന്നുണ്ട്. ഫോമിങ് എ ഹോമോജീനിയസ് വെൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് വെൽഡ്? നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്കത് കാണുന്നതായിരിക്കും. ഹോമോജീനിയസ് വെൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, പാരൻറ്റ് മെറ്റീരിയലും ഫില്ലർ മെറ്റീരിയലും രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ആ മൊത്തം ജോയിൻറ്റ് എന്ത് വിളിക്കാം? ഹോമോജീനിയസ് വെൽഡ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഹോമോജീനിയസ് വെൽഡ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഫില്ലർ മെറ്റീരിയലും പാരൻറ്റ് മെറ്റീരിയലും സെയിം ആണെങ്കിൽ എന്ത് വിളിക്കാം? അതിനെ ഹോമോജീനിയസ് വെൽഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്: ഒന്ന്, വെൽഡ്മെൻറ്റ്. ഓക്കെ, എന്താണ് വെൽഡ്മെൻറ്റ്? പിന്നെ വരുന്നത് ഫില്ലർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ. എന്താണ് ഫില്ലർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ? അതുപോലെ പാരൻറ്റ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു അല്ലേ? പാരൻറ്റ് മെറ്റീരിയൽ നേരത്തെ അവിടെ പറഞ്ഞു, പാരൻറ്റ് മെറ്റീരിയൽ. ഓക്കെ, അതുപോലെ ഹോമോജീനിയസ് വെൽഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ഓൾറെഡി ഹോമോജീനിയസ് വെൽഡ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ തന്നെ വരുന്ന വേറെ രണ്ടെണ്ണം കൂടി വരുന്നുണ്ട്, ഹെട്രോജീനിയസ് വെൽഡ്. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് വെൽഡ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഹോമോജീനിയസ് വെൽഡ് പറഞ്ഞാൽ? സെയിം പാരൻറ്റ് മെറ്റീരിയൽ പ്ലസ് സെയിം ഫില്ലർ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഹോമോജീനിയസ് വെൽഡ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ അടുത്താണ് ഹെട്രോജീനിയസ് വെൽഡ്. ഓക്കെ, അപ്പോൾ ഹെട്രോജീനിയസ് വെൽഡ് ആകുമ്പം സെയിം പാരൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് ഫില്ലർ മെറ്റീരിയൽ ആയിരിക്കും. ഇതിന് നമുക്ക് ഹെട്രോജീനിയസ് വെൽഡ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസും
ഹെട്രോജീനിയസും മനസ്സിലാക്കിയൊക്കെ. നിങ്ങൾ ചിലപ്പം നിങ്ങൾ അടുത്ത സെമസ്റ്റർ തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്. നിങ്ങൾ ആ സമയത്ത് ഈ ഒരു ഹോമോജീനിയസും ഹെട്രോജീനിയസും ഒക്കെ വീണ്ടും നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് മൂന്നാമതായിട്ട് വരുന്ന അടുത്തൊരു ടൈപ്പാണ് ഡിസിമിലർ അല്ലെങ്കിൽ ട്രാൻസിഷൻ വെൽഡ്. ഓക്കെ, ഡിസിമിലർ അല്ലെങ്കിൽ ട്രാൻസിഷൻ വെൽഡാണ്. അതായത് ഡിഫറൻറ്റ് പാരൻറ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ ഡിഫറൻറ്റ് ഫില്ലർ മെറ്റീരിയലും ആയിരിക്കും. അങ്ങനെ നമ്മൾ ഡിസിമിലർ അല്ലെങ്കിൽ ട്രാൻസിഷൻ വെൽഡ് എന്ന് പറയാം. അതായത് രണ്ട് മെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് മെറ്റൽ പാർട്ട് എന്തായിരിക്കും, ഈ ഒരു പാർട്ട് ഒരു മെറ്റീരിയലായിരിക്കും, ഒരു പാർട്ട് ഒരു മെറ്റീരിയൽ, മറ്റേ പാർട്ട് എന്തായിരിക്കും, അത് മറ്റൊരു മെറ്റീരിയലായിരിക്കും. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ എന്തായിരിക്കും, അത് വേറൊരു മെറ്റീരിയലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിനാണ് നമ്മൾ ട്രാൻസിഷൻ വെൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു മാർക്ക് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഹോമോജീനിയസും ഹെട്രോജീനിയസും ഡിസിമിലറും അല്ലെങ്കിൽ ട്രാൻസിഷൻ വെൽഡ്, ഇത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ വെൽഡിങ്ങിൻ്റെ ബേസിക്സാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ വലിയൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ക്ലാസ്സുകൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കും എടുത്ത് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് മാനുഫാക്ചറിങ് ടെക്നോളജിയിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഞാനിത് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാൻ കുറച്ചധികം പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് എളുപ്പം തോന്നും, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ടോപ്പിക്സാണ് നമുക്കിതിലുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് നമ്മൾ മൊത്തം മൊഡ്യൂൾസിൻ്റെ ടോപ്പിക്ക് എല്ലാം അല്ലെങ്കിൽ നോട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് വെച്ച് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതുപോലെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിന് നല്ല ക്ലാസ്സായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.